ഓരോ ബ്ലോക്കിലും ഒരാൾ. അയാൾക്ക് മിനിമം ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് 50,000 രൂപയാണ്. അപ്പോൾ മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഉൽപ്പന്നങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയേറെ മേന്മ, അവർക്ക് ഈ വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ മാത്രമല്ല, അതിൻ്റെ പുറത്ത് അവർക്ക് പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ 10,000 രൂപ വരെ ഒരപേക്ഷയില്ലാതെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 മാസം കച്ചവടം ചെയ്യുമ്പം നമുക്ക് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ശാസ്ത്രം പറയുക എന്ന് പറയുന്നത് ഒരു ബോറിംഗ് പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് രസകരമായി പറയുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വിളിക്കുന്നത്. കേരളത്തിൽ എമ്പാടും സ്ത്രീകളുണ്ട്, പക്ഷെ അവർ അദൃശ്യരാണ്. സ്ത്രീകളുടെ അദൃശ്യത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എല്ലാ ആളുകൾക്കും ലോജിക്ക് ഉണ്ട് കേട്ടോ, ലോജിക്ക് ഇല്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ പല ഘട്ടങ്ങളിലും അതങ്ങ് പുറത്തു വരില്ല. എഴുത്തുകാരൻ, ബാലശാസ്ത്ര സാഹിത്യകാരൻ, മജീഷ്യൻ, ഒപ്പം തന്നെ കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് പദ്ധതിയുടെ സ്ഥാപകനായ പ്രസാദ് കൈതക്കലാണ് ഇന്ന് നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് താങ്കളുടെ മെയിൻ പരിപാടികൾ അല്ലേ? അതെ അതെ. എങ്ങനെ പോകുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാഹിത്യകാരൻ, ബാലശാസ്ത്ര സാഹിത്യകാരൻ, മജീഷ്യൻ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻട്രൊഡക്ഷനിലെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. സത്യത്തിൽ ഒരു വ്യക്തി ഇത്രയധികം കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു, എങ്ങനെയാണ് ആ ഒരു ലൈഫ് കീപ്പ് ചെയ്തു പോകുന്നത്? ഇതെല്ലാം ഒന്നിച്ച് ചെയ്യാമല്ലോ, ഇതൊക്കെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ലല്ലോ. എല്ലാം ഞാൻ ചെയ്യുന്നതൊക്കെയും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. എഴുത്തുകാരനായത് നമ്മൾ കൊറോണ കാലത്ത് ബോറടിച്ചപ്പം എഴുതി നോക്കിയതാണ്. അത് ക്ലിക്കായി. അപ്പം 2 പുസ്തകങ്ങളുണ്ടായി. അതിനു മുമ്പ് കുട്ടികൾക്ക് വേണ്ടി യൂറിക്കയിൽ ശാസ്ത്രകാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. അത് അത്യാവശ്യം ആളുകളൊക്കെ നല്ല അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങി. ശാസ്ത്ര കാര്യങ്ങൾ കുട്ടികളുടെ ഭാഷയിലേക്കാക്കി പറയുക എന്ന് പറയുന്നത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതെ അതെ, തീർച്ചയായും. അതെ അതെ. അപ്പോൾ അതങ്ങനെ എഴുതി തുടങ്ങിയത്, അത് വെറും പ്രചരണം മാത്രം ലക്ഷ്യം വെച്ച്, അതിൽ സർഗാത്മകതയ അതിനേക്കാൾ കൂടുതലുള്ളത് ഒരു എഫേർട്ടാണ്. പിന്നെ നമ്മുടെ ഈ ജീവിതങ്ങളുടെ അനുഭവങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. വെറുതെ ഇരിക്കുകയാണല്ലോ, നമ്മളൊക്കെ അവസാനിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരു കാലമാണല്ലോ കൊറോണ. അപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ കാലത്ത് ഒന്ന് എഴുതി നോക്കിയെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 2018 ആദ്യ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. അത് അനുജൻ മെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നുള്ള പുസ്തകമല്ല, അതൊരു ചെറുകഥ. അപ്പോൾ ആ ഒരു കഥയുടെ ആ ഒരു ഇതിവൃത്തം എന്താണ് ശരിക്കും? അതെങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിപ്പെട്ടത് ആ ഒരു സ്റ്റോറി? എൻ്റെ വീട്ടിലെ 3 മെൻസസ് ഉള്ള ആളുകളുണ്ട്. ഓക്കെ. എൻ്റെ ഭാര്യയും എൻ്റെ 2 കുട്ടികളും. അപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു പെയിൻ ഞാൻ കാണുന്നുണ്ട്. മെൻസസ് ഡേറ്റ് എടുക്കുമ്പോഴേക്കും അവർക്ക് മൂടൊക്കെ ആകെ മാറും, ദേഷ്യം വരും. മെൻസസിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ വല്ലാതെ വേദന അനുഭവിക്കും. ഇതൊക്കെ കാണുമ്പം ഇത് സമൂഹം അഡ്രസ്സ് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ, സമൂഹം ഇതിനെ പരിഗണിക്കുന്നില്ലല്ലോ എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി. മാത്രമല്ല, ഇവർ ഈ അനുഭവിക്കുന്ന വേദനയൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ല, വരാനിരിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ്. അതായത് മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ വേണ്ടിയിട്ടാണ്. എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഈ മെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് അക്കാലത്ത് ആവശ്യമുണ്ട്. പക്ഷേ നിലവിലുള്ള നമ്മുടെ ഈ പുരുഷ മേധാവിത്വ സമൂഹം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴാണ് നമുക്ക് അത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. ഒരു ബസ് യാത്രയിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സീറ്റിൽ, അവൾ ക്ഷീണം കണ്ടിട്ട് ഒരാളൊരു സീറ്റിൽ ഇരുത്തിയതാണ്. കണ്ടക്ടർ അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ് കഥ. എഴുന്നേൽപ്പിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന സ്ത്രീ പറയുന്നു, മോൾ അവിടെ ഇരുന്നോ എന്ന് പറയുന്നു. അപ്പോൾ കണ്ടക്ടർ പറയുന്നു, നിങ്ങൾ ഇരിക്കുന്നില്ലെങ്കിൽ ഇരിക്കണ്ട, ഞാൻ മറ്റ് ഫുൾ ടിക്കറ്റുകാരെ ഇരുത്തിക്കോളാം എന്ന് പറയുന്നു. അപ്പം അവരോടാണ് ഈ സ്ത്രീ ചോദിക്കുന്നത്, നിങ്ങൾ അനുജൻ മെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതാണ്. ആ കാലത്ത് അത് വളരെയേറെ ഷെയർ ചെയ്യപ്പെട്ട ഒരു കഥയാണ്. ഇപ്പോഴും ഈ അടുത്ത ദിവസമാണ് തിരുവനന്തപുരത്ത് സാജൻ ഗോപാലൻ അത് വായിച്ചത്. അപ്പോൾ തന്നെ അയാൾ അത് ഫേസ്ബുക്കിലിട്ടു, അതിനും കിട്ടി കുറേ ഷെയറുകൾ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുകഥയായിരുന്നു താങ്കളെ സംബന്ധിച്ച് ആ ഒരു സ്റ്റോറി അല്ലേ?
ഒരുപാട് പേര് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. കേരളത്തിലെ വലിയ എഴുത്തുകാർ AV അനൂപ് കുമാർ അതുപോലെയൊക്കെയുള്ള വലിയ എഴുത്തുകാരൊക്കെ അതിനെ സപ്പോർട്ട്. അതൊരു കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, തികച്ചും ഒരു പ്രചരണാംശം ഉള്ള ഒരു എഴുത്ത് എന്നേ പറയാൻ പറ്റൂ. നമ്മളതിനെ കഥ എന്നങ്ങ് വിളിക്കുകയാണ്. ഒരു കഥാകൃത്തൊന്നും അല്ല ഞാൻ. ഈ അർത്ഥത്തിൽ തന്നെ കാണുന്നതും ശരിയല്ല. എനിക്കൊന്ന് 2018 ഒരു എഴുത്ത് എന്നൊരു ചിന്ത സത്യത്തിൽ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ എഴുത്തിൽ എന്തെങ്കിലും? ഇപ്പം അങ്ങനെ എഴുത്തൊന്നും, ഞാൻ ബിസിനസ്സിൻ്റെ തിരക്കിലാകുമ്പം എഴുത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം ഞാൻ കുട്ടികളുടെ ഒരു പുസ്തകം ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ എഴുതി വെച്ച ഒരുപാട് കുഞ്ഞു കുഞ്ഞു ലേഖനങ്ങളുണ്ട്. അത് യുറീക്ക എന്ന് പറയുന്ന മാഗസിനിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ശാസ്ത്രമാസിക. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഞാൻ. എൻ്റെ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലുണ്ട് ആ കഥകളൊക്കെ. അതൊന്നെടുത്ത് സമാഹരിക്കേണ്ട പണിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത പുസ്തകമായി. തീർച്ചയായിട്ടും. പക്ഷേ അതിന് നേരം കിട്ടുന്നില്ല. 3 വർഷമായി അതിനു വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, നേരമില്ലാത്തത് കൊണ്ട് നടന്നിട്ടില്ല. വലിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ്, അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയാണ് അല്ലേ? ഇപ്പം മറ്റൊരു പുസ്തകം ഈ പുത്തോലയും കരിയോലയും എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൂടി രചിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ സമൂഹത്തിൽ വളരെയധികം എന്താ പറയുക ആളുകളിലേക്ക് എത്തിപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വായിച്ചിരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെയും ഉള്ളിലെ ആ ഒരു കഥ, അല്ലെങ്കിൽ എന്തായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ആ പോയിന്റ് എന്നൊന്ന് പറയാമോ? നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹാന്മാരായ ആളുകളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആത്മകഥകൾ എന്ന് പറയുന്നത് വലിയ വലിയ ആളുകളുടെ അനുഭവങ്ങളെ ഓർത്തെടുക്കലാണ്. ഞാൻ ഓർത്തെടുക്കുന്നത് എൻ്റെ നാട്ടിൽ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി ജീവിച്ച കുറേയേറെ മനുഷ്യന്മാരുണ്ട്. ആ നാടിന് വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടുണ്ടാവുക. ആ നാട് അവർ ഓർക്കുന്നുണ്ടാവും, പക്ഷേ തൊട്ടടുത്ത നാട്ടുകാർ അവർ അറിയുന്നുണ്ടാവില്ല. അത്തരത്തിലുള്ള കുറേ മനുഷ്യന്മാരെ കണ്ടെത്താനും അവരെ വരും തലമുറയ്ക്ക് വേണ്ടി ഒന്ന് ഷോക്കേസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു അത്. പുത്തോലയും കരിയോലയും അത് എൻ്റെ അനുഭവങ്ങളിലൂടെ കുറേ മനുഷ്യരെ കൊണ്ടുപോവുക എന്നുള്ള ഒരു പണിയാണ് ചെയ്തത്. ഈ ശരിക്കും സയൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ താങ്കളുടെ ലൈഫിൽ. ശരിക്കും അങ്ങനെ ഒരു ലൈഫ്, അല്ലെങ്കിൽ ഒരു സയൻസിനെ ഇത്രയധികം ഇഷ്ടപ്പെട്ട് താങ്കളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരാനുണ്ടായിരുന്ന ഒരു കാരണം എന്താണ്? ഞാനും സയൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ക്ലാസ് മുറികളിൽ നിന്ന് സയൻസ് പഠിച്ചിട്ടില്ല, ഒട്ടും പഠിച്ചിട്ടില്ല. ഞാൻ തോറ്റ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തരത്തിലും തോറ്റുപോയ, അത് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നിലവിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു എരയാണ്, നിലവിലുള്ളതല്ല മുമ്പത്തെ. നിലവിലുള്ളത് കുറച്ചുകൂടി കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നു, ശിശു കേന്ദ്രീകൃതമാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. നേരത്തെ ഉള്ളത് അവരെ കുറ്റം കണ്ടുപിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പം സയൻസിനോട് ഇഷ്ടം വരുന്നത് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനായി വരുന്നതോടുകൂടിയാണ്. അപ്പോൾ അവിടെ കൊടക്കാട് ശ്രീധരൻ മാഷ് അതുപോലെയൊക്കെയുള്ള വലിയ വലിയ ആളുകൾ വളരെ ലളിതമായി ശാസ്ത്രകാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നു. അപ്പോൾ ഇത് ശരിയല്ലേ എന്നൊക്കെ എനിക്കും തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. എൻ്റെ ചിന്തയെ മാറ്റിമറിക്കുന്നത് 9ാം ക്ലാസ്സിൽ ഞാനൊരു കലാജാഥ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് പറമ്പ് കളിക്കുമ്പോൾ അത് കാണാൻ പോയതാണ്. അതുവരെ നമ്മൾ പഠിച്ചത് ഈ താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണെന്ന്. ആ കലാജാഥ പോയി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് താജ്മഹൽ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിക്കുന്നു. അപ്പം കോറസ് ഷാജഹാൻ എന്ന് ഉത്തരം പറയുന്നു. അപ്പോൾ അതിലുള്ള ആൾ പറയുന്നു, അല്ല, അടിമകൾ അവർ എല്ല് പൊട്ടി പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ലോകത്ത് കാണുന്നതൊക്കെയും തൊഴിലാളികൾ സൃഷ്ടിച്ചതാണ്. ഈ കാണുന്നതൊക്കെ അതൊക്കെ വലിയ വലിയ ആളുകളുടെ പേരിലാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയത് അടിമകളായി, കുറഞ്ഞ കൂലിക്ക് അല്ലെ വെറും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പണിയെടുത്ത ആളുകളാണ് ഇതൊക്കെ നിർമ്മിച്ചത്. ശരി തന്നെയാണ്, ഒരു കണക്കിനല്ല, എല്ലാ അർത്ഥത്തിലും ശരിയാണ്. അതെൻ്റെ ചിന്തയെ ആകെ മാറ്റിമറിച്ചു. അങ്ങനെയാണ് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെത്തുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെത്തിയതിന് ശേഷമാണ് ശാസ്ത്രത്തെ എങ്ങനെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അപ്പം ശാസ്ത്രം അറിയുന്നവരിൽ നിന്ന് അത് പഠിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അതിൻ്റെ നടുവിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. ഞാനൊരു ശാസ്ത്രകാരനോ അല്ലെങ്കിൽ ശാസ്ത്രവുമായി ബന്ധമുള്ള ആളോ അല്ല. ഒരു മജീഷ്യനാണ് എന്ന ഒരു കാര്യം കൂടി താങ്കളുടെ ലൈഫിലുണ്ടല്ലോ. സത്യത്തിൽ അത് ആ ഒരു കഴിവിനെ എങ്ങനെയാണ് നേടിയെടുത്തത്? മാജിക് എന്ന് പറയുന്നത്, ഞാൻ അടിസ്ഥാനപരമായി മജീഷ്യൻ അല്ല. എനിക്ക് ഈ ശാസ്ത്ര കാര്യങ്ങളെ ആളുകൾക്ക് മുമ്പിൽ എളുപ്പത്തിൽ അവതരിപ്പിക്കാൻ, അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ, ബോറടിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണല്ലോ ശാസ്ത്രം.
അത് ഏറ്റവും രസകരമായി കേട്ടിരിക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതിനിടയിൽ കുറച്ച് ശാസ്ത്ര പരിചയപ്പെടുത്താനുള്ള മാജിക്കുകൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. മാജിക്കുകൾ മാത്രമല്ല, ശാസ്ത്ര പരീക്ഷണങ്ങൾ കൂടി ചേർത്ത് അതിനുശേഷം അതിൻ്റെ സയൻസ് പറഞ്ഞ് അത് പൊതുവായി നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ ധാരണയെ അതങ്ങനെയാണ് തിരുത്തുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. വർത്തമാന ഇന്ത്യയിൽ അന്ധവിശ്വാസങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഈ കാലത്ത്, ശാസ്ത്രം പറയുന്നവരെ ആക്രമിക്കപ്പെടുന്ന ഈ കാലത്ത് 2000-ലധികം വേദികളിൽ ശാസ്ത്രം പറയുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുക. അപ്പോൾ ആ ഒരു പ്രചോദനം എന്തായിരുന്നു? നേരിട്ടിരുന്ന ആ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഈ കാലം എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ പ്രതീക്ഷ തരുന്നൊരു കാലമല്ല. ശാസ്ത്ര കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലമാണ്. ശാസ്ത്രകാര്യങ്ങൾ തന്നെ പറയണമെന്നില്ല, മതേതര സ്വഭാവമുള്ള കാര്യങ്ങൾ പറഞ്ഞാലും മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാലും ആക്രമിക്കപ്പെടും. ഈ ആക്രമിക്കപ്പെടുന്ന കാലമാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ശാസ്ത്രം പറയേണ്ടി വരുന്നത്. അപ്പം ആളുകളോട് ശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ തന്നെ പറയണമെന്നില്ലല്ലോ, അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ സംസാരിക്കാമല്ലോ. പൊതുവേ യുക്തിവാദികളും അതുപോലെ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു പണി, ഈ വിശ്വാസി എന്ന് പറയുന്നത് എന്തോ കുറ്റം ചെയ്ത ആളെന്നും വിശ്വാസിയോട് സംസാരിക്കുന്നത് ഒരു അപരനോട് സംസാരിക്കും പോലെ, ഒരു ശത്രുവിനോട് സംസാരിക്കും പോലെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസി ഒരിക്കലും ഒരു തെറ്റുകാരനല്ല. കാരണം അയാൾ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് വരുന്നത് അയാൾ പിറന്ന നാൾ മുതലാണ്, പിറന്നു വീണ നാൾ മുതൽ അവരുടെ രക്ഷിതാക്കളും ചുറ്റുപാടുകളും അയാളെ അത്തരത്തിലാണ് വളർത്തി വലുതാക്കുന്നത്. ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ, ഒരു പുതിയ ഉത്തരം കൂടി അന്വേഷിക്കാൻ പ്രാപ്തനാക്കാതെയാണ് അവരെ വളർത്തി വലുതാക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെങ്ങനെയാണ് തെറ്റുകാരനാവുക? അയാൾ തെറ്റുകാരനല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ഞാൻ ചെയ്യുന്നത്, അവരും ഒരു വിശ്വാസി എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളല്ല, നമ്മളോടൊപ്പം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷമാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പം അത് കുറച്ചുകൂടി സ്നേഹത്തിൻ്റെയും തന്മയത്വത്തിൻ്റെയും ഭാഷയിൽ സംസാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഞാൻ വേദികളിൽ ഉപയോഗിക്കുന്നത് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ വിശകലനം ചെയ്യുന്നതിന് അവരെ ഒന്ന് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരേ കാര്യത്തിന് തന്നെ പല ഉത്തരങ്ങളുണ്ടാവും. ഉദാഹരണത്തിന്, ഒരു കാലത്ത് നമ്മുടെ ആളുകൾ വിചാരിച്ചിരുന്നത് വസൂരിമാല എന്ന് പറയുന്ന ഒരു ഭഗവതി ഉണ്ട്. ആ ഭഗവതിക്ക് ദേഷ്യം വരുമ്പോൾ അവർ വസൂരിയുടെ വിത്തുകൾ വാരി നാട്ടിലൊക്കെ എറിയുന്നു എന്നുള്ളതാണ്. അത് ആളുകളുടെ അനുഭവത്തിലുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വസൂരിമാല ഭഗവതിക്ക് വിളക്ക് വെക്കുകയും അവരുടെ പേരിൽ ഉത്സവം നടത്തുകയും എഴുന്നള്ളത്തുകൾ നടത്തുകയും തലവെട്ടി ചോര ഒലിപ്പിക്കുകയും കാവ് തീണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഞ്ഞളും കുരുമുളകും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഭഗവതീനെ തൃപ്തിപ്പെടുത്തുന്നത്. അവർ തൃപ്തിപ്പെടുത്തുന്നത് വസൂരി എന്ന് പറയുന്ന ആ സുഖം ഉണ്ടാക്കാതിരിക്കാനാണ്. അവർ ഇനിയും വിത്ത് വാരി എറിയല്ലേ, ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അവരോട് നിങ്ങളെങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നത് വിഡ്ഢിത്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. പകരം നമ്മൾ പറയുന്നത് എങ്ങനെയാണ് വസൂരി ഉണ്ടാകുന്നത്. വസൂരി ഒരു രോഗാണുവാണ് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യമായി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അതിന് എതിരെ ഉള്ള ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുമാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം വസൂരിയുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ വന്ന് പെറ്റുവരികയാണ് ചെയ്യുന്നത്. വസൂരിയുടെ അണുക്കൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടല്ലോ. ആ പ്രതിരോധ സംവിധാനത്തെ ഉണർത്തി ശക്തിപ്പെടുത്താൻ വസൂരിയുടെ അണുക്കളെ തന്നെ നിർവീര്യമാക്കി നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ മതി. ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇങ്ങനെ എല്ലാ ആളുകളെയും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വാക്സിനേറ്റ് ചെയ്തതോടുകൂടി ഈ വസൂരിയുടെ അണുക്കൾക്കെതിരെ എല്ലാ മനുഷ്യരിലും പ്രതിരോധം ഉണ്ടായി. ഇപ്പം നമ്മൾ പിള്ളവാതത്തിനെതിരെ, പോളിയോയ്ക്കെതിരെ കുട്ടികൾക്ക് തുള്ളിമരുന്ന് കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നത് പിള്ളവാതത്തിൻ്റെ അണുക്കളെയാണ് കുട്ടികളുടെ വായിലിറ്റിച്ച് കൊടുക്കുന്നത്. അത് ശരീരത്തിലെത്തുമ്പം ശരീരം തന്നെ പിള്ളവാതത്തിന് എതിരായി, പുതുതായി വന്ന അണുവിനെതിരായി പ്രവർത്തിക്കാനുള്ള ശക്തി നേടും. അപ്പോൾ ഒറിജിനൽ പിള്ളവാതത്തിൻ്റെ അണുക്കൾ ശരീരത്തിലേക്ക് കയറി വരുമ്പോൾ ഇവർ തടയും. ഇതാണ് വാക്സിനേഷൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആണ് എന്ന് അവരുടെ അനുഭവം വെച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, ഇപ്പം വസൂരി ഉണ്ടോ? ഭഗവതി ഇപ്പം ഉണ്ടല്ലോ, പക്ഷേ വസൂരിപ്പല്ലല്ലോ. വസൂരി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? വസൂരി ഇല്ലാത്തത് വസൂരിക്കെതിരായിട്ട് വ്യാപകമായി കുത്തിവെപ്പ് നടത്തിയത് കൊണ്ടാണ്, വാക്സിനേഷൻ നടത്തിയത് കൊണ്ടാണ്, അല്ലേ? ഇങ്ങനെ നമുക്ക് ശാസ്ത്രത്തെ
അവരുടെ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കാൻ പറ്റും എന്ന് മനസ്സിലായപ്പോഴാണ് ഞാനതിന് കുറച്ച് ശാസ്ത്ര പരീക്ഷണങ്ങളും മാജിക്കുകളും ഒക്കെ ചേർത്തുകൊണ്ട്, ഇല്ലെങ്കിൽ ബോറടിക്കൂലേ. ശാസ്ത്രം പറയുക എന്ന് പറയുന്നത് ഒരു ബോറിംഗ് പ്രവർത്തനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് രസകരമായി പറയുന്നതുകൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ഇപ്പോൾ അത് 2400-നടുത്ത്, ഞാൻ 1998-ലാണ് തുടങ്ങിയത്. പേരാമ്പ്ര വെച്ചിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സംസ്ഥാന പ്രവർത്തക ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ആ കാലത്താണ് അത് ആരംഭിച്ചത്. അന്നൊരു 25 സ്ഥലത്ത് ചെയ്ത് നോക്കി. പിന്നീട് അതിൽ നിന്ന് ആളുകൾ കണ്ടറിഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും പോയിട്ടുണ്ട്. എങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ആ ഒരു ചെറിയ ഒരു മാജിക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് കാണിക്കാവോ? തീർച്ചയായും. പല സ്ഥലങ്ങളിലും ഈ സത്യം തെളിയിക്കുന്നതിന് കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കുക എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം കയ്യിൽ വെച്ച്, എൻ്റേത് കൈക്ക് ഒരു പണിക്കും പോകാത്ത ആളെന്നുള്ള നിലയ്ക്ക് വളരെ മിനുസുള്ള നേർത്ത ഒരു ചർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പം പൊള്ളും. ഇതിനു വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങി, അതൊരു ജോലിയല്ലേ അവരുടെ പോലെ സാധിക്കണമെന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടൊന്ന് കർപ്പൂരം കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. എക്കാലത്തും അത്ഭുതങ്ങൾ കാണിക്കുന്നവരുടെ പുറകെ പോവുക എന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു സ്വഭാവം. അതെ, അത്ഭുതകരമായ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുക. ആ സമയത്ത് ലോജിക്ക് ഉണ്ടാവില്ല. അവർ ലോജിക്കിനെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ്, അബദ്ധം പറ്റിയിട്ടാണ് അവർ അതിൻ്റെ ലോജിക്ക് അന്വേഷിക്കുക. ഇപ്പം ഒരാൾ വായുവിൽ നിന്ന് ഭസ്മം എടുക്കുന്നു എന്ന് കേട്ടാൽ അയാളെന്തോ മഹാനാണ്. പിന്നെ അവിടെ പോയി അവരുമായിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങുക എന്നൊക്കെ പറയുന്നതാണ്. എല്ലാ ആളുകൾക്കും ലോജിക്ക് ഉണ്ട് കേട്ടോ. ലോജിക്കില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ പല ഘട്ടങ്ങളിലും അതങ്ങ് പുറത്തു വരില്ല. അവരിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ സ്ഥലത്ത് പോയി അവിടുത്തെ കെട്ടിടം ഇളകിയിട്ട് അത് പൊളിഞ്ഞു വീഴാൻ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥന തുടരുമായിരിക്കുമോ? ഒരിക്കലും തുടരൂല. തുടർന്നാൽ ഇത് വീണിട്ട് ഞാൻ മരിച്ചു എന്ന് നല്ല ഉറപ്പുണ്ട്, ഇറങ്ങി ഓടും അല്ലേ? പിന്നെ ഒരു ശക്തിയും നമ്മളെ രക്ഷിക്കൂല. അൺലോജിക്ക് അന്നേരം വർക്ക് ചെയ്യും, അപ്പോൾ ഇറങ്ങി ഓടും. പക്ഷേ അതുവരെയും ഈ ശക്തി എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥന തുടരും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ. ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയൂലേ, അത് രണ്ടും നമ്മളെടുത്തുണ്ട്. ഒരേ സമയം നമ്മൾ വിശ്വാസിയുമാണ്, അതേസമയം യുക്തിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുമാണ്. ഞാൻ ഈ ശൂന്യതയിൽ നിന്ന് ആളുകൾ വിഭൂതി ഭസ്മമൊക്കെ എടുക്കുന്ന ഇത് കാണിക്കല്ലേ, അതൊന്ന് കാണിക്കാം, നോക്കാം. ഇപ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തല്ലോ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ആ ഒരു രഹസ്യം അതെന്താണ്? അതെങ്ങനെയാണ് സംഭവിച്ചത്? ഭസ്മല്ലേ, ഭസ്മം നമ്മൾ പശുമയുള്ള എന്തെങ്കിലും കഞ്ഞിവെള്ളത്തിലോ മറ്റോ കുഴച്ച് ഒരു ചെറിയ ഉണ്ടയാക്കിയിട്ട് നമ്മൾ കയ്യിൽ ഒളിപ്പിച്ച് വെക്കുക ചെയ്യുന്നത്, ഉണക്കിയിട്ട്. അതെ, അത് എൻ്റെ കയ്യിൻ്റെ പെരുവിരലിനും തള്ളവിരലിനും ഇടയിലാണ്. എന്നിട്ട് ഞാനത് ഇങ്ങനെ ആക്കി എടുത്ത് നിങ്ങൾക്ക് വെച്ച് തരികയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ ഉത്തരം നിങ്ങൾ തൃപ്തയല്ലേ? തൃപ്തിയാണ്. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം വീണ്ടും ചോദിക്കട്ടെ. നിങ്ങളുടെ പെരുവിരലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ. തള്ളവിരലോ? ഇത് തന്നെ. അപ്പോൾ അതിന് ഇടയുണ്ടോ? ഇല്ല. അപ്പോൾ പെരുവിരലിനും തള്ളവിരലിനും ഇടയിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നിങ്ങളത് ആലോചിക്കുന്നില്ല അല്ലേ? ഞാനത് വിശദീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും ഈ സംശയം ഉണ്ടാവുക, സംശയം ചോദിക്കുക എന്നതോടുകൂടി അവരുടെ കടമ തീരും. അതിനൊരു ഉത്തരം കേട്ടാൽ മതി, അതെന്ത് ഉത്തരമായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഉത്തരം കേട്ട് പഠിക്കുന്നതല്ല ശാസ്ത്രം. നമ്മൾ ലഭിക്കുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, ആ ഉത്തരങ്ങളെപ്പോലും ചോദ്യം ചെയ്യാൻ പരിശീലിക്കുന്നതാണ്. അത് ശരിയാണോ? അത് വീണ്ടും വീണ്ടും ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ യഥാർത്ഥ സത്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ശാസ്ത്രം. ശരിയിൽ നിന്നും മെച്ചപ്പെട്ട ശരിയിലേക്കുള്ള മനുഷ്യൻ്റെ സഞ്ചാരമാണ്, ചിന്തയുടെ സഞ്ചാരമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്.
എന്തായാലും നമ്മൾ ഒരു ബാലശാസ്ത്ര സാഹിത്യകാരൻ അതിനൊപ്പം തന്നെ മെജീഷ്യൻ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ഹോം ഷോപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു. അതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന നിലയിലും താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു യാത്ര, അതിലേക്കൊരു യാത്ര വന്നത് എങ്ങനെയായിരുന്നു? അന്തരിച്ചു പോയൊരു പ്രൊഫസർ ഇ കെ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ഇരിങ്ങാലക്കുടക്കാരനാണ് അദ്ദേഹം. അതുപോലെ ഡോക്ടർ എം പി പരമേശ്വരൻ, ഇവർ രണ്ടുപേരും എന്നെ തൃശ്ശൂർ പരിസര കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി. അവരുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ഗ്രാമം എങ്ങനെ സമ്പൂർണ്ണമായി ഒരു സ്വാശ്രയമായ ഒരു ഗ്രാമത്തെ എങ്ങനെ സൃഷ്ടിക്കാം. അപ്പോൾ ചെറിയ ചെറിയ സോപ്പ് നിർമ്മിക്കുന്നത്, ആ നാട്ടിലേക്ക് ആവശ്യമായ സോപ്പ് അവിടെ നിർമ്മിക്കുന്നു, അവിടത്തേക്ക് ആവശ്യമായ മറ്റ് പല സാധനങ്ങളും അവിടെ നിർമ്മിക്കുന്നു, ആ നാട്ടിൽ മാത്രം ഒരു പത്രം ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കുഞ്ഞ് ഒരു ലോകം ഒരു ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തന്നെ അങ്ങനെ സൃഷ്ടിക്കുക, ഏറെക്കുറെ സന്തോഷമുള്ള മനുഷ്യന്മാർ. ഇതായിരുന്നു അവരുടെ സ്വപ്നം. അത് നടപ്പിലാക്കുന്നതിന് അവർ ആ സ്വപ്നം പങ്കുവെച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായും മനസ്സിലത് ചിത്രണം ചെയ്യുമല്ലോ. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൽ ജനബോധന പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി പഞ്ചായത്തിൻ്റെയും കൂടി ആഭിമുഖ്യത്തിൽ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കളും കൂടെയുള്ള പരിഷത്ത് പ്രവർത്തകരും ഒപ്പം ചേർന്നു. സോപ്പ് നിർമ്മിച്ച് പഠിപ്പിച്ചു. അങ്ങനെ പല സാധനങ്ങളും ആളുകളെ കൊണ്ട് പഠിപ്പിച്ചു. അത് ഒരു ഘട്ടത്തിൽ അതിൻ്റെ തുടർച്ച ഞങ്ങളുടെ ഒരു മുന്നൊരുക്കക്കുറവ് കൊണ്ട് തന്നെ അത് പൊളിഞ്ഞുപോയി. അപ്പോൾ അത് പൊളിഞ്ഞു പോയപ്പം അതിനെ പൊളിയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണത് എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് സാധ്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഇത്തരത്തിലുള്ളൊരു യൂണിറ്റൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെയാണ് ഉൽപ്പന്ന നിർമ്മാണ പരിശീലകനായി ഞാൻ മാറുന്നത്. ഒരു 25ഓളം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് പരിശീലിപ്പിക്കുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു അത്? 25 എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു എണ്ണമല്ല അത്. സോപ്പ്, ഡിറ്റർജൻറ്റ്, ഡിഷ് വാഷ് പൗഡർ, ഡിറ്റർജൻറ്റ് ലിക്വിഡുകൾ, പിന്നെ പല്ല് തേക്കുന്ന പൊടി, കൊട, മെഴുകുതിരി തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും അതിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി പരിശീലിപ്പിച്ച് സ്വാശ്രയ ബോധന കേന്ദ്രം എന്ന് നമ്മളതിനൊരു പേരിട്ടു. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ആ സമയത്താണ് ഇറാഖ് ആക്രമണമൊക്കെ നടക്കുന്നത്. ഇറാഖ് ആക്രമണം നടക്കുന്നതോടുകൂടി വിദേശ കുത്തകളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടന്നിരുന്നു കേരളത്തിൽ. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ബഹിഷ്കരിക്കാം, പക്ഷേ ബദൽ എന്തുണ്ട് എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടായി. അപ്പോൾ ആ ബദലിന് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പരിശീലനം നൽകി. അങ്ങനെയാണ് നമ്മൾ ഈ രംഗത്ത് വന്നുപെടുന്നത്. ഓക്കെ, വന്നുപെട്ടതിന് ശേഷം പിന്നീട് ഞാൻ അതിൽ നിന്ന് തിരിച്ച് കയറിയിട്ടില്ല. വെച്ചടി കയറ്റം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തേക്കാൾ ഇതുമായി സഹകരിക്കുന്ന ആളുകളുണ്ട് കുറേ. ഇപ്പം ഞാനൊരു 5 പേരുള്ളൊരു ടീമുണ്ടാക്കി. ആ ടീമിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ, ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 1000-ലധികം ആളുകൾ വീടുകൾ കയറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരു 56 പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട് കുടുംബശ്രീയുടെ വനിതകൾ ഉണ്ടാക്കുന്ന കുഞ്ഞു സ്ഥാപനങ്ങളാണ്. 56 എണ്ണം ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 500-ലധികം ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതായത് കോഴിക്കോട് ജില്ലയിൽ ഈ 2 ഉൽപ്പാദന വിതരണം, ആ 2 മേഖലയിൽ മാത്രം 1600-നടുത്ത ആളുകൾക്ക് ജോലിയുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഓഫീസുകൾ, സാധനങ്ങൾ ഓരോ സ്ഥലത്തും ബ്ലോക്ക് കോർഡിനേറ്റേഴ്സ് അത് കടത്തിക്കൊണ്ട് അങ്ങനെ ഒരു 1700-നടുത്ത ആളുകൾക്ക് കോഴിക്കോട് ജില്ലയിൽ. മലപ്പുറം ജില്ലയിലും ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അവിടുത്തെ 5 ബ്ലോക്കുകളിൽ അവിടെ ഒരു ഏറെക്കുറെ 2000-നടുത്ത ആളുകൾക്ക് അവിടെയും. അങ്ങനെ ഒരു 3000-3700 ആളുകൾ എൻ്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കോഴിക്കോട്, മലപ്പുറം ഈ 2 ജില്ലകളുടെ കാര്യം പറഞ്ഞു. ഇത് മറ്റ് ജില്ലകളിലേക്കുള്ള ഒരു വ്യാപനം അത് ഏത് രീതിയിലായിരുന്നു? മറ്റ് ജില്ലകളിൽ ഇതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? കോഴിക്കോട് ജില്ലയിലുള്ള ഈ പ്രവർത്തനങ്ങൾ കണ്ട് അത് സംസ്ഥാന മിഷൻ്റെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി ഇതിനെ മാറ്റി. സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ മറ്റ് ജില്ലകളിൽ ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ. അത് ഞങ്ങൾ 15 വർഷമായി തുടങ്ങിയിട്ട്. ഈ പരിപാടികൾ തുടങ്ങിയിട്ടും വ്യാപിപ്പിക്കാൻ തുടങ്ങിയിട്ടും 10-14 വർഷങ്ങളായി മറ്റ് ജില്ലകളിലേക്ക്. പക്ഷേ ഇവിടുത്തെ ഈ മാനേജ്മെൻറ്റ് ടീമാണ് കോഴിക്കോടിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അവിടെ വിജയിക്കുന്നത്. നമ്മൾ ഉത്സവ സ്ഥലത്തുനിന്ന് ഓടക്കുഴൽ വാങ്ങൂലേ, അതെ, അവർ നന്നായി വിളിക്കുന്നത് കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് നമ്മൾ വാങ്ങുക. നമ്മൾ ഊതിയ കാറ്റേ വരൂ, ഒച്ച ഉണ്ടാവില്ല, വായുവിൻ്റെ ശബ്ദം മാത്രമേ ഉണ്ടാവൂ.
അതുപോലെ കോഴിക്കോട് ടീമിൻ്റെ ആ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയാണ് അവിടെ ഈ പദ്ധതി നല്ല രീതിയിൽ നടത്തുന്നത്. ഇതേ തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലുണ്ടായപ്പോൾ അവിടുന്ന് കാറ്റേ വന്നുള്ളൂ. വലിയ രീതിയിൽ അത് മെച്ചപ്പെട്ടില്ല. ഇപ്പം നമ്മൾ തന്നെ നേതൃത്വത്തിൽ ബാക്കിയുള്ള ജില്ലകളിൽ ട്രെയിനിങ്ങൊക്കെ കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി പതുക്കെ പതുക്കെ മറ്റ് ജില്ലകളിലും ഇപ്പം 8,000-ലധികം ഹോം ഷോപ്പ് ഓണർമാർ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ടുണ്ട്. അത് കഴിഞ്ഞ 6 മാസം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്താണ്. ഇപ്പം നിലവിലുള്ള ദിനേശ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടീം അവിടെ ഷൈജുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, ഷാൻ അവരൊക്കെ നേതൃത്വത്തിൽ ഒരു ടീം അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴിക്കോട് മാത്രം ഏകദേശം 1,700-ഓളം ആളുകൾ ഇതിന് കീഴിൽ പണിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു പദ്ധതി ഇതുപോലെ നടപ്പിലാക്കുമ്പോൾ അതിനുള്ളിൽ ഒരു വെല്ലുവിളികൾ എങ്ങനെ വന്നാലും നേരിടുമല്ലോ. തീർച്ചയായും എത്ര നമ്മൾ കറക്റ്റാക്കി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാൽ പോലും അതിനിടയിൽ എവിടെയെങ്കിലും ഒരു തട്ടുകേട് നമുക്ക് സംഭവിക്കും. സ്വാഭാവികമായിട്ട് അതൊന്നും ഇല്ലാതെ ഇത്ര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പദ്ധതി അതെങ്ങനെയാണ് ഇത്രയധികം ഭംഗിയോടെ താങ്കളുടെ കീഴിൽ അത് നടപ്പാക്കുന്നത്? ആ ചോദ്യത്തിലൊരു ശരിയൊരു തെറ്റുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ഇതിനോട് യോജിക്കുന്നു. ഒന്ന്, ഞങ്ങൾ ഏറ്റവും സുതാര്യമായാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതിൻ്റെ കണക്ക് അതുപോലുള്ള കാര്യങ്ങൾ അതിലൊക്കെയാണല്ലോ പ്രശ്നം ഉണ്ടാവുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ 5 മാനേജ്മെൻറ്റ് ടീമുകളും ഈ 15 വർഷമായും ഒറ്റക്കെട്ടാണ്. കാരണം അതെ എല്ലാ ആഴ്ചയും ഞങ്ങൾ മീറ്റിംഗ് ചേരും. എല്ലാ മാസവും ഞങ്ങളുടെ കണക്കുകൾ അവതരിപ്പിക്കും, ബോധ്യപ്പെടും. പിന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കഴിവ്. ഇപ്പം എനിക്ക് ആശയങ്ങൾ നിർമ്മിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും പറ്റും, വേറൊരാൾ അത് നന്നായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളായിരിക്കും. ഇങ്ങനെ പല കഴിവുള്ള ആളുകൾ അവരുടെ കഴിവിൻ്റെ പരിമിതി ബോധ്യപ്പെട്ടുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഫീൽഡിലധികം പോയി മെനക്കെടാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ മറ്റുള്ളവർ എനിക്കൊരു പ്രഭാഷണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അന്ന ദിവസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം അവർ ഏറ്റെടുത്ത് ചെയ്തോളും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ. എന്നാലും കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും, അത് ഞങ്ങൾ പരിഹരിക്കും. ഇതിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ തരുന്ന ME-മാർ, ME യൂണിറ്റുകളില്ലേ, അവർക്ക് അവരുടെ കണക്ക് ഓരോ മാസവും കൊടുക്കും. എത്രണ്ണം വിറ്റു, അതിനെത്ര പൈസ കിട്ടി, അത് എല്ലാ മാസവും 8-ാം തീയതി അവർക്ക് കൃത്യമായി പൈസ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. വിൽക്കുന്ന HSOമാർ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഈ വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ മാത്രമല്ല, അതിൻ്റെ പുറത്ത് അവർക്ക് പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ 10,000 രൂപ വരെ ഒരപേക്ഷയില്ലാതെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 മാസം കച്ചവടം ചെയ്യുമ്പം നമുക്ക് അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളുടെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേയേറെ ചാരിറ്റി കാര്യങ്ങൾ കൂടി ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. അവർ വളരെ ഹാപ്പിയാണ്. കാരണം ഈ നമുക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നതും കൂടി എനിക്ക് തോന്നുന്നു ഈ ഹോം ഷോപ്പ് പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നത് ആ ഒരു സംഭവമാണ്. അപ്പം ഇപ്പം നമ്മൾ ഈ ഹോം ഷോപ്പ് പദ്ധതിയെക്കുറിച്ച് അതിലൊരു പോയിന്റ് കൂടി കൂട്ടിച്ചേർത്തോട്ടെ. നിങ്ങളെ ചോദ്യത്തിലുള്ള തെറ്റെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത് എന്നുള്ള അതൊരു സങ്കല്പമാണ്. അങ്ങനെ പോകില്ല. ഇത് പോയിക്കൊണ്ടിരിക്കുമ്പം ഇതിൽ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ. ഒരു യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, അപ്പം കുടുംബശ്രീ കൊണ്ട് ഈ ചങ്ങാതിമാർ ജീവിക്കുകയാണോ, അവരൊക്കെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായി ഉണ്ടാവും. അതൊരു അസൂയായിട്ട് വളരും. പിന്നീട് അതൊരു ക്യാമ്പയിനാവും. അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ ഇതുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ, പുറത്തുള്ളവരല്ല, പുറത്തുള്ളവർ മുഴുവൻ സപ്പോർട്ടാണ്. ഈ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ നേതൃത്വത്തിൽ അത്തരം ഒരു ക്യാമ്പയിനൊക്കെ നടന്നു. അത് ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഇപ്പം കൂളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സ്ട്രഗിളിങ് പീരീഡ് കൂടി ഉണ്ടായിരുന്നു. അതിനെയും നമുക്ക് മറികടക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ഹോം ഷോപ്പ് പദ്ധതിയിലൂടെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അത് കുടുംബശ്രീക്കാരായ തന്നെ ഓരോ വീടുകൾ കയറി നമ്മൾ അത് കൊടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ച ശേഷമായിരിക്കും ഇത് ഒരാൾ വാങ്ങുക, അല്ല ആ വീട്ടിലുള്ള ഒരാൾ മേടിക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ആളുകളിലേക്ക്, ഒരു കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ ആളത് സാറ്റിസ്ഫൈ ചെയ്തത് വാങ്ങിക്കുന്നു. നമ്മൾ അവരിൽ നിന്നുള്ള ആ ഒരു അഭിപ്രായം എപ്പോഴെങ്കിലും വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കാരണം നിലവിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങണം അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങണം എന്ന് തോന്നിയാൽ ആദ്യം എന്തായിരിക്കും
തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് നിത്യേന പല പ്രാവശ്യം പരസ്യം ചെയ്തിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് സോപ്പോ പേസ്റ്റോ ആയിരിക്കും, കോൾഗേറ്റ്, സെൻസോഡൈൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എല്ലാവരും. അവിടെ അതിന് പകരം ഒരു കുടുംബശ്രീയുടെ ഉൽപ്പന്നം വാങ്ങണം എന്നൊരു ഒരു വീട്ടുകാരൻ തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കഠിനമായ പ്രവർത്തനം ഉണ്ടാവണം. അപ്പോൾ മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളും നമ്മളുടെ ഉൽപ്പന്നങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ട് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയേറെ മേന്മ എന്നൊക്കെ അവരെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തണം. അവരുടെ വിശ്വാസം ഉള്ള ഒരാൾ ഒരു ഉൽപ്പന്നം വാങ്ങിയാലേ അത് എന്താവും, വീണ്ടും വാങ്ങും. ഈ 15 വർഷമായിട്ടും വാങ്ങുന്ന ആളുകൾ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അല്ലാതെ ഇത് നാടെമ്പാടും പോവുകയല്ല. ഒരേ വീട്ടിൽ തന്നെ ഒരു മാസത്തിൽ 3 തവണ ഞങ്ങളുടെ ഹോം ഷോപ്പ് ഓണർമാർ പോകുന്നുണ്ട്. അപ്പോൾ ആ വീട്ടുകാർ തന്നെയാണ് കഴിഞ്ഞ 15 വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്ന് പറയുന്നത് ഞങ്ങൾ കർശനമായി പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതിൽ വരുന്ന ചെറിയ ചെറിയ പോരായ്മകളെ അന്നേരം പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അത് അപ്പോൾ നമ്മളോട് താല്പര്യമുള്ള ആളുകളായി, ഈ സംവിധാനം നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളായിട്ട് ഉപഭോക്താക്കൾ മാറി. അവരെ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ചൂടാവുമെന്നല്ല. അവർ എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, ഇതിൽ ഇന്നെന്നാ പ്രശ്നമുണ്ട്, അടുത്തതിൽ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു രക്ഷകർത്താക്കളായി അവരും മാറുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി കൊടുത്തൊരു പദ്ധതി എന്ന് നമുക്കിതിനെ ഉറപ്പിച്ച് പറയാം, ഈ ഹോം ഷോപ്പ് പദ്ധതി. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സ്ത്രീകൾക്കിടയിൽ വന്ന ആ ഒരു മാറ്റം എനിക്കൊന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ താങ്കൾ, പ്രത്യേകിച്ച് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ. അതെങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? കുറേ മുമ്പേ പാലക്കാട് IRTC എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കുറച്ച് ജർമ്മൻ യുവതികൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ ചുറ്റുപാടുള്ള കുറേ വീടുകളിൽ പോയപ്പം വീട്ടിലുള്ള സ്ത്രീകൾ പുറത്തേക്ക് വരുന്നില്ല. ഒരു 10-30 വർഷം മുമ്പാണ് കേട്ടോ. പുറത്തേക്ക് വരുന്നില്ല. അവർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് വാതിൽ പടീൻ്റെ മറവിൽ നിന്നിട്ടാണ്. അക്കാലത്ത് കേരളത്തിൽ എവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്താണ് എന്ന് അവരവിടെ നിന്നാണ് ചോദിക്കുക. അപ്പം നമ്മൾ ആവശ്യം പറഞ്ഞാൽ ഇവിടെ ആളില്ല, ആൾ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നായിരിക്കും അവർ പറയുക. അവിടെ നിൽക്കുന്ന അവരെ ഒരാളായിട്ട് അവർ തന്നെ കണക്കാക്കുന്നില്ല. ഇങ്ങനെയായിരുന്നു സ്ത്രീകളുടെ. അതിന് അവർ വിളിച്ച ഭാഷ, കേരളത്തിൽ എമ്പാടും സ്ത്രീകളുണ്ട്, പക്ഷെ അവർ അദൃശ്യരാണ്. സ്ത്രീകളുടെ അദൃശ്യത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും സ്ത്രീകളെ കാണാം. മുന്നിൽ സ്ത്രീകളാണ്, ഏത് സ്ഥലത്തും സ്ത്രീകളാണ്. നേരത്തെ ഒരു കുട്ടിയുടെ PTA മീറ്റിംഗ് പങ്കെടുക്കണമെങ്കിൽ അമ്മ ഇങ്ങനെ ഭർത്താവിനെ നിർബന്ധിക്കണം, നിങ്ങൾ ചെല്ല്, നമ്മുടെ കുട്ടീൻ്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് അതേ സ്ഥാനത്ത് അത് നേരെ തിരിഞ്ഞു, നീ പോകണം എന്ന് തിരിച്ചു പറയാണ്. പഞ്ചായത്ത് പോകേണ്ട കാര്യങ്ങൾ, ബാങ്ക് പോകേണ്ട കാര്യങ്ങൾ, KSEBയിൽ ബില്ലടയ്ക്കാൻ പോകേണ്ട കാര്യങ്ങൾ എല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത്. അത് വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടു എന്നൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ചെറുതല്ലാത്ത ഒരു ചലനം സ്ത്രീകളുടെ രംഗത്ത് കുടുംബശ്രീ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിൽ അടുത്ത തലമുറ അതിനേക്കാൾ ശക്തരായി രംഗത്ത് വരുന്നുണ്ട്. പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് അവർ വളർന്ന് അവർക്ക് മക്കളാകുമ്പോഴേക്കും കേരളത്തിൽ ഉള്ള എല്ലാ മതങ്ങളും ഉണ്ടാക്കുന്ന കുറേ കെട്ടുപാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ ആ കുട്ടികൾ പൊട്ടിച്ചെറിയാൻ സാധ്യതയുണ്ട്. അവരെ കെട്ടിടാനൊന്നും ആർക്കും ഇനി കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഹോം ഷോപ്പ് പദ്ധതി ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് പ്രയോജനപ്പെട്ട് അല്ലെങ്കിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പദ്ധതിയായിട്ട് മാറി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇനി ഈ പദ്ധതിയിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി ആവിഷ്കരിക്കാൻ പോകുന്ന പുതിയ കാര്യങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാം. ഒന്ന്, എല്ലാ വീടുകളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വാങ്ങുക. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ആകെ ഞങ്ങൾക്ക് പറഞ്ഞ 1000-ഓളം ആളുകളേ ഉള്ളൂ നിലവിൽ. 1000-ഓളം ആളുകൾ എന്ന് പറയുന്ന ഒരു വാർഡിൽ ഒരാളായിട്ടില്ല. ശരിക്കും ഒരു വാർഡിൽ 2 പേര് വേണം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു 3000 പേർക്കെങ്കിലും സാധ്യതയുണ്ട്. അപ്പം ഇനി 2000 പേര് കൂടി അവിടെ നിന്ന് ഈ പദ്ധതിയിലേക്ക് വരേണ്ടതുണ്ട്. എല്ലാ വീടുകളിലും എങ്കിലും എത്തൂല. ഇവരുടെ ചുറ്റുപാടുള്ള ഒരു 10-100 വീടുകളിൽ, അതായത് 100-150 വീടുകളിലാണ് അവർ പരമാവധി പോവുക. അപ്പോൾ മുഴുവൻ വീടുകളിലെത്തണമെങ്കിൽ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ഞങ്ങളിപ്പം കുടുംബശ്രീ സോഷ്യൽ സെല്ലർ KSS എന്ന് പറയുന്ന ഒരാളെ നിശ്ചയിക്കുകയും ആ സോഷ്യൽ സെല്ലർ നമ്മുടെ ഒരു ചെറിയ വെബ്സൈറ്റ് വഴി വീടുകളിൽ നിന്ന് ഓർഡർ ശേഖരിച്ച് ഞങ്ങളുടെ ബ്ലോക്ക് കോർഡിനേറ്റർക്ക് എത്തിക്കുകയും ആ വീടുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ
എത്തിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പം ഒരു സ്വാശ്രയ ഗ്രാമം ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ കോഴിക്കോട് അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇലക്ഷൻ വന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് വളരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ അയൽക്കൂട്ടങ്ങളിലും ഒരാളുണ്ടാവും. അവർക്കൊരു മാസത്തിൽ വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല, ഒരു 1000 രൂപയ്ക്ക് അടുത്തേക്ക് കിട്ടും. പക്ഷേ ഈ 1000 രൂപ എന്ന് പറയുന്നത് അവരാകെ 2 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് കിട്ടുന്നത്. ആകെ 2 മണിക്കൂർ, 2 മണിക്കൂറിന് 1000 രൂപയാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന സ്ത്രീകൾക്ക് അവരുടെ കുടുംബശ്രീയിലെ തിരിച്ചടവും അതുപോലുള്ള കാര്യമൊക്കെ അതുകൊണ്ട് കഴിയും. എല്ലാവരുടെ കയ്യിലേക്കും പണമെത്തും. കോഴിക്കോട് ജില്ലയിൽ 28,000 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുണ്ട്. 28,000 ആളുകളുടെ കയ്യിലേക്ക് മാസത്തിൽ 1000 രൂപ വീതം എത്തും. അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാ CDSലും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു മെൻറ്റർ. അത്തരത്തിൽ അവർക്ക് കൂടി ഇതിൻ്റെ ഭാഗമായി അങ്ങനെ വരുമ്പോൾ അത് കോഴിക്കോട് ജില്ലയിൽ 52 പേരുണ്ടാവും അങ്ങനെ. അപ്പോൾ അത്തരത്തിൽ എല്ലാ വീടുകളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തുക, എല്ലാ ആളുകളുടെയും കൈകളിൽ വരുമാനം എത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. തീർച്ചയായും. ഇപ്പം നമ്മൾ ഈ ഹോം ഷോപ്പിൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ മറ്റൊരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം, ഈ മെഡോമസ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി. അതും ഈ പറയുന്ന പോലെ യുവാക്കളെയും അല്ലെങ്കിൽ യുവതികളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാത്ത മനുഷ്യന്മാരില്ല, ഇല്ല അല്ലേ? നേരത്തെ ഉള്ളതുപോലെയല്ല. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ ഇല്ലാതെ പ്രായമായവർ പോലും പുറത്തിറക്കാത്തൊരവസ്ഥയായിട്ടുണ്ട്. എല്ലാ വീടുകളിലും കൊറിയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ചിലപ്പം പിക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിരന്തരം പെൺകുട്ടികളുടെ വീടുകളിൽ, ആൺകുട്ടികളുടെ വീടുകളിലൊക്കെ ഇത്തരം സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്നുള്ള ചില വാർത്തകൾ. അവിടെ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിൽ എത്തിയ ഒരു രോഗിക്ക് കിഡ്നി പ്രശ്നം വന്നു. ആ കിഡ്നിക്ക് വരാൻ കാരണമെന്ത് എന്ന് അന്വേഷിച്ചു. അത് ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റുകളുടെ ഉപയോഗം കൊണ്ടിട്ടാണ്. അതായത് വെളുത്തിട്ട് പാറാന്നും പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ അത് തേക്കുമ്പോൾ തന്നെ വെളുക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്നൊക്കെ അതൊരു ക്യാമ്പയിൻ ആവുകയും പിന്നെ ആ സാധനങ്ങളുടെ ഉപയോഗം ആളുകൾ കുറയ്ക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇതിന് നിലവിൽ ഇത്തരത്തിൽ ഹെവി മെറ്റൽസ്, അതുപോലെ പാരബൻസ്, ഫത്ലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന കെമിക്കലുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ വിപണിയിലുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാവാം ആളുകൾ വാങ്ങുന്നത്, ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാകാം. അപ്പോൾ അതിന് പകരം എന്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരാലോചനയിൽ നിന്നാണ് ഞങ്ങൾ മെഡോമസ് എന്നുള്ള ഒരാശയം ഉണ്ടാകുന്നത്. മാർക്കറ്റിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കലുകൾ, അതായത് ആളുകൾക്ക് കെമിക്കലുകളില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എങ്കിലും അവർക്ക് ഇൻറ്റേർണൽ ഓർഗൻസിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ പാരബൻസ്, ഫത്ലൈറ്റ്സ്, അതുപോലെ ഫോർമാൽഡിഹൈഡ്, ട്രൈക്ലോസാൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് ഒക്കെയും. അതിൻ്റെയൊക്കെ ഒന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതൊക്കെ ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് എളുപ്പം മനസ്സിലാവും. അപ്പം പകരം ഞങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഒന്ന് പ്രധാനമായും ആലോവേര എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ഗ്രീൻ ടീ, ചന്ദനം, മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ഒലീവ് ഓയിൽ, അങ്ങനെ ലാവൻഡർ, തുളസി, തേന്, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ, വിറ്റാമിൻ സി. അതുപോലുള്ള വിറ്റാമിൻ സി നമ്മൾ കിനു എന്ന് പറയുന്നൊരു ഫ്രൂട്ടില്ലേ, ആ ഫ്രൂട്ടിൽ നിന്നാണ് അവർ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ രാജസ്ഥാനിലെ ഒരു കമ്പനിയായി ചേർന്നിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അവരുടെ ഫാക്ടറിയൊക്കെ സന്ദർശിച്ചു. അവർ 100 കണക്കിന് ഏക്കർ സ്ഥലത്താണ് അലോവേര കൃഷി ചെയ്യുന്നത്. അതുപോലെ മുരിങ്ങ അവർ 500 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് മുരിങ്ങയുടെ കായ ആവശ്യമില്ല, മുരിങ്ങയുടെ ഇല മതി. അവിടെ ഇഷ്ടംപോലെ കായുണ്ട്, നിങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട്. പക്ഷേ നമുക്കത് ഇവിടെ എത്തുമ്പോഴേക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആ കച്ചവടത്തിന് നിൽക്കാത്തത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മുൾട്ടാനിമിറ്റി, അതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം സാധനങ്ങളെ ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ പറ്റിയാൽ, ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, വലിയ പരസ്യങ്ങളൊന്നും നമുക്ക് സാധ്യമല്ല. നമ്മൾക്കതൊരു ബ്യൂട്ടി പാർലറുകൾ വഴിയും അവിടെയൊക്കെയാണല്ലോ, അതെ, അങ്ങനെ ഇത് ചിലവഴിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ബ്യൂട്ടി പാർലറുകളിലും ബ്രാൻഡ് മാറ്റുകൾ എന്ന് പറയുന്ന
ഒരാളെ നിയമിക്കുന്നതിന്, അതായത് അവിടുത്തെ ഒരാളെ ബ്രാൻഡ്മേറ്റായി നിയമിക്കും. അവർക്ക് നമ്മൾ തരക്കേടില്ലാത്ത കമ്മീഷൻ ഓരോ ഓർഡറിനും കൊടുക്കും. ഓൺലൈനായാണ് സാധനങ്ങൾ എത്തിക്കുക. ഇതിനെ ബ്ലോക്ക് തലത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ബ്ലോക്ക് തലത്തിൽ ഒരു മെഡോ കണക്റ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിൽ ഒരാളെ വെക്കും. ജില്ലാ തലത്തിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് മെഡോ റീജിയണൽ ഡയറക്ടർ എന്ന പോസ്റ്റിൽ ഒരാൾ വെക്കും. അപ്പം ഓരോ ബ്ലോക്കിലും ഒരാൾ, അയാൾക്ക് മിനിമം ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് 50,000 രൂപയാണ്. പരമാവധി അവർക്ക് ലഭിക്കാൻ പോകുന്നത് 3 ലക്ഷം രൂപ വരെയാണ് പെർ മന്ത്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ എല്ലാവരെയും ധനികരാക്കുക എന്നുള്ളതാണ്. ഒപ്പം ഞങ്ങൾക്കും വളരാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ആളുകൾക്കാണെങ്കിൽ നിലവിലുള്ള മാർക്കറ്റിൽ, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ സാധനങ്ങൾ, അതിനേക്കാൾ മെച്ചപ്പെട്ട സാധനങ്ങൾ അതേ വിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മളതിന് കാണുന്ന മെച്ചം. അപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മെഡോമസ് പദ്ധതിയുടെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾക്കും കൂടി ഒരു ഭാഗമാകണമെങ്കിൽ, ഒരു ധനികനൊക്കെ ആവണമെങ്കിൽ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാൾക്ക് മാറണമെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പം നാളെ ഞങ്ങൾ കാസർഗോഡാണ്. കാസർഗോഡ് നമ്മളൊരു മെഡോ റീജിയണൽ ഡയറക്ടർ, അതായത് ജില്ലാ തലത്തിലുള്ള ഒരു കോർഡിനേറ്റർ തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. കുറേ ജില്ലകളിൽ അങ്ങനെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ കാസർഗോഡ് പോകുന്നത് അവിടുത്തെ ബ്ലോക്ക് തലത്തിലുള്ള കോർഡിനേറ്റേഴ്സ്, അതായത് മെഡോ കണക്റ്റ് എക്സിക്യൂട്ടീവുകൾക്കുള്ള പരിശീലനത്തിലാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഒന്നുകിൽ ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുക, ഞങ്ങളുടെ ഫോൺ വഴി ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ മെഡോമസ് ട്രേഡിംഗ് LLP, മെഡോമസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് MEADOWMUSC എന്നാണ്. മെഡോമസ് ട്രേഡിംഗ് LLP എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ സൈറ്റ് കാണും. ആ സൈറ്റ് വഴിയും നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ എടുക്കും, അവർക്ക് നമ്മൾ ട്രെയിനിങ് നൽകും, അവരെ നമ്മൾ മെഡോ കണക്റ്റ് എക്സിക്യൂട്ടീവായി നിയമിക്കും. ഉറപ്പാണ്, ഒരു 2 മാസമാണ് അവർക്ക് സഞ്ചരിക്കേണ്ടി വരൂ ഈ പറഞ്ഞ ബ്രാൻഡ് മേറ്റുകളെ സംഘടിപ്പിക്കുന്നതിന്. പിന്നീട് അവർക്ക് വരുമാനം അവരുടെ അക്കൗണ്ടിലെത്തും. കാര്യമായ പണിയൊന്നും പിന്നീട് ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്ന് മാത്രം. ഉറപ്പായും നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരപ്പോൾ ജോലിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫീൽഡ് കൈകാര്യം ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വലിയ സാധ്യതയായിരിക്കും ഈ മെഡോമസ് തുറന്നു തരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പദ്ധതി ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോം ഷോപ്പ് പദ്ധതിയെക്കുറിച്ചും, പിന്നെ സാഹിത്യകാരൻ, ബാലശാസ്ത്ര സാഹിത്യകാരൻ, ഒരു മജീഷ്യൻ, പിന്നെ ഇപ്പോൾ നമ്മൾ അവസാനമായി കേട്ട മെഡോമസ് എന്ന പദ്ധതിയെക്കുറിച്ചൊക്കെ വിശദമായ രീതിയിൽ തന്നെയാണ് പ്രസാദ് കൈതക്കൽ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ വിപുലമായ രീതിയിൽ ഇനിയും പദ്ധതികൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് പ്രസാദ് കൈതക്കൽ എന്ന സാറിന് ഒരുപാട് നന്ദി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.